നമസ്കാരം. ആൽഫ പാലിയേറ്റീവ് കെയർ ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ആൽഫ പാലിയേറ്റീവ് കെയർ എടമുട്ടം ഹോസ്പിസ് റിട്ടയർഡ് IPS ഓഫീസർ ജേക്കബ് തോമസ് സന്ദർശിച്ചു. ചെയർമാൻ KM നൂറുദ്ദീൻ, അഡ്മിനിസ്ട്രേഷൻ മാനേജർ സന്ധ്യ സുജിത്, PRO താഹിറ മുജീബ്, ട്രസ്റ്റ് ഓഫീസ് സെക്രട്ടറി വിമല വേണുഗോപാൽ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആൻ തുടങ്ങിയവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ആൽഫയുടെ ഡയാലിസിസ് കെയർ ഹോം IP തുടങ്ങിയ സേവനങ്ങൾ കണ്ടറിഞ്ഞ അദ്ദേഹം ഉപാസനയിലെത്തി പ്രാർത്ഥനയിലും പങ്കെടുത്താണ് മടങ്ങിയത്. കൊൽക്കത്തയിലെ വെൽത്ത്മാൻ സിനർജിക് പ്രൈവറ്റ് ലിമിറ്റഡ് ഡയറക്ടർമാരായ BK മിശ്ര, സമീർ മിശ്ര എന്നിവരും ആൽഫ പാലിയേറ്റീവ് കെയർ എടമുട്ട ഹോസ്പിസ് സന്ദർശിച്ചു. ചെയർമാൻ KM നൂറുദ്ദീൻ, അഡ്മിനിസ്ട്രേഷൻ മാനേജർ സന്ധ്യ സുജിത്, അലീന, വിമല വേണുഗോപാൽ, ഹോസ്പിസ് അക്കൗണ്ട്സ് മാനേജർ സനോജ്, ഡയാലിസിസ് സൂപ്പർവൈസർ ജിതിൻ ജോർജ് തുടങ്ങിയവർ ചേർന്ന് സ്വീകരിച്ചു. അമേരിക്കയിലെ കെയർ ആൻഡ് ഷെയർ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മുൻ പ്രസിഡന്റ് ടോണി ദേവസി ആൽഫ കൊച്ചി സെന്റർ സന്ദർശിച്ചു. ആൽഫ കൊച്ചി സെന്ററിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയ അദ്ദേഹം സെന്ററിന് സഹായ വാഗ്ദാനം നൽകിയാണ് മടങ്ങിയത്. സെന്റർ പ്രസിഡന്റ് സുബൈദ റഹീം, സെക്രട്ടറി രവി ദിവാകരൻ, ട്രഷറർ തോമസ് വർഗീസ്, വോളണ്ടിയർമാർ, സ്റ്റാഫ് തുടങ്ങിയവർ ചേർന്ന് അദ്ദേഹത്തെ സ്വീകരിച്ചു. ആൽഫ തൃശൂർ സെന്ററിന്റെ പാലിയേറ്റീവ് ഫിസിയോതെറാപ്പി പരിചരണത്തിലിരിക്കുന്നവർക്കായി സംഘടിപ്പിച്ച സ്വാതന്ത്ര്യ യാത്ര മുൻ നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് തേറമ്പിൽ രാമകൃഷ്ണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രസിഡന്റ് തോമസ് തോലത്ത്, സെക്രട്ടറി CK സജീവ്, ട്രഷറർ ഡോക്ടർ TK ആന്റണി, ജോയിന്റ് സെക്രട്ടറിമാരായ ലത റോയ്, ശ്രീകുമാർ മേനോൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. 50ഓളം പേരടങ്ങുന്ന സംഘമാണ് ഏനാമാവ് കടലോരം ബോട്ട് യാത്രയിൽ പങ്കെടുത്തത്. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. ജയ് ഹിന്ദ്.